ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ അടിപൊളി ബിരിയാണി അരി വെച്ചിട്ട് ഞാൻ കപ്സ് ഉണ്ടാക്കിക്കുകയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ കപ്സിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ബിരിയാണിയാണെന്ന് തോന്നില്ല കേട്ടോ. കണ്ടാൽ പറയും ബിരിയാണിയാണ്, പക്ഷേ കഴിച്ചാൽ കപ്സയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ നോക്കട്ടോ. അപ്പോൾ ഇതിന് ആവശ്യമുള്ള ചിക്കൻ ഇതാ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉള്ളിയൊക്കെ കുറച്ച് മതി കേട്ടോ. നമ്മൾ മസാല കുറേ ഉണ്ടാക്കൂലല്ലോ ബിരിയാണി പോലെ ഒന്നും കപ്സ. അപ്പോൾ നമുക്ക് ഇതാ ഞാൻ ഒരു വലിയ ഉള്ളിയാട്ടോ എടുത്തിരിക്കുന്നത്. അത് എടുത്തിട്ട് നന്നായിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് വഴറ്റി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ കൂടുതൽ നേരം വഴറ്റിയെടുക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് സിമ്പിളാണ്, പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇതുപോലെ കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ ബിരിയാണിയൊക്കെ വെക്കുന്ന പോലെ മസാല ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് അതിലോട്ട് കുറച്ച് ഒഴിച്ചിട്ട് ഒന്നും കൂടി അതിൻ്റെ പച്ചപ്പൊക്കെ മാറുന്ന വരെ ഒന്ന് വാട്ടി കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് തക്കാളി, അല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇതൊക്കെ നിങ്ങളെ ചിക്കന് ഉള്ളതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ കുറച്ച് ചെറിയ ജീരകവും പിന്നെ കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലോട്ട് ഒഴിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കട്ടോ. സംഭവം ഉഷാറാണ് കേട്ടോ. എനിക്കിവിടെ കുട്ടികൾക്ക് അധികം ഈ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ മസാലയൊക്കെ ആയി അവരതൊക്കെ എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ ബിരിയാണി അരി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. കുട്ടികൾക്ക് അധികം കപ്സ, മന്തി അങ്ങനത്തെ ഐറ്റംസ്, എരിവ് ഉണ്ടാവില്ലല്ലോ, അങ്ങനത്തെ ഐറ്റംസ് ആണല്ലോ ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കട്ടോ. ഇനി പിന്നെ നമ്മുടെ മാഗി ക്യൂബ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ശേഷം നമുക്ക് ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കപ്സ അങ്ങനെ വെളുന്ന കളറായിരിക്കുമല്ലോ, അപ്പം ഞാൻ കുറച്ച് കളറൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 സ്പൂണോളം പിന്നെ നമ്മുടെ ഈ കപ്സ മസാലയും കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം 1 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ എത്ര മതി കേട്ടോ. അതിന് ശേഷം ഒരു 1/2 സ്പൂണോളം നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം. പിന്നെ ആവശ്യത്തിന് നമ്മുടെ ഉപ്പില്ലേ, ഉപ്പ് പിന്നെ നമ്മുടെ ആവശ്യത്തിന് അതും ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മുടെ ചിക്കൻ പീസുകളില്ലേ, അത് പിന്നെ ഓരോന്നായിട്ട് ഇട്ടുകൊടുത്ത് ഇളക്കി മറിച്ച് യോജിപ്പിക്കാം. ഫസ്റ്റ് ടൈമായിട്ടാണെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരെന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ഇതാട്ടോ. അപ്പോൾ എല്ലാതും ഇട്ടിട്ട് ഇതാ ഞാൻ ഇളക്കി മറിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ചൂടുവെള്ളം ഇതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ മല്ലിച്ചപ്പൊക്കെ ഇട്ട് വേവിച്ചെടുക്കാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ നമുക്ക് ചോറ് വെക്കണ്ടേ, അപ്പോൾ ചോറിനുള്ള സംഭവം കൂടി റെഡിയാക്കാം. അപ്പോൾ ഞാൻ വേറൊരു കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മുടെ ഏലക്ക, പട്ട, ഗ്രാമ്പൂ അങ്ങനെയുള്ള സംഭവങ്ങൾ ഐറ്റംസൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ഒഴിക്കുക, അങ്ങനെ അല്ലേ, നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെ. പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുരുമുളകും, അതിന് ശേഷം കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു അരമുറി മതി കേട്ടോ. അരമുറി ഒരു വലിയ ഉള്ളിയും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി വാട്ടിയെടുക്കാം. അപ്പോൾ ഞാനൊരു 2.5 നാഴിയോളം അരിയാട്ടോ എടുത്തിക്കണേ. എനിക്ക് ഈ ചിക്കനിക്ക് ഇത്രേ ആവശ്യമുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഒരു നേരത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 2.5 നാഴി അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ കപ്സ പിന്നെ നമുക്കില്ലേ അരി നമ്മുടെ സൈസ് ചെറുതാന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ കപ്സേൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ബിരിയാണിയാന്നൊന്നും തോന്നിക്കൂല കേട്ടോ. പിന്നെ നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അപ്പോൾ കുക്കറിൽ വെക്കുന്നവർ ചിലപ്പോൾ പല കുക്കറിലായിരിക്കുമ്പോൾ ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടും കുറയൊക്കെ ചെയ്യും. അപ്പം ഞാൻ എത്ര അളവാണെങ്കിൽ നമ്മളതിന് ഡബിൾ വെള്ളം എടുക്കുമല്ലോ, ആ വെള്ളത്തിൻ്റെക്കായും ഒരു 1/2 ഗ്ലാസ്സോളം കുറച്ചാൽ മതി കേട്ടോ. എത്ര വെള്ളം എടുക്കുന്നെങ്കിൽ അതിൻ്റെ 1/2 ഗ്ലാസ് കുറച്ച്
ഗ്ലാസ് കുറച്ചിട്ടാട്ടോ ഞാൻ എടുക്കാറ്. എന്നിട്ട് ഫുള്ളായിട്ട് ഞാനിത് വേവിക്കുന്നില്ല. ഒരു പകുതി മുക്കാൽ വേവോളാണ് ഈ ചോറ് വേവിക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഈ മസാലയും ചിക്കനൊക്കെ കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നമ്മൾ വെക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുക്കാൽ ഭാഗോളാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോഴേക്കും ചിക്കനൊക്കെ ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ വെള്ളമൊക്കെ ഒന്ന് പാകമായി കഴിഞ്ഞാൽ നമ്മളെ സംഭവം ചിക്കനൊക്കെ റെഡി ആക്കിയേ. അപ്പം നല്ല സ്മെല്ലും ഒക്കെ വരുന്നുണ്ട്. അല്ല നമ്മുടെ കബ്സേൻ്റെ ഒരു സ്മെല്ല്, മാഗി ക്യൂബും അതൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ടൊമാറ്റോ ഒക്കെ അരച്ചെടുത്തതിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കൂടെ മൊത്തത്തിലൊരു സ്മെല്ലൊക്കെ അടിപൊളിയായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുകൊണ്ട് നമ്മുടെ റൈസ് ഇപ്പോൾ ഇതാ പകുതി മുക്കാൽ വേവും ആയിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് വെന്തിട്ടില്ല. അപ്പം ഞാനതൊന്ന് പകുതി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് നമ്മുടെ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി എങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ. അപ്പം സംഭവം ഉഷാറാണ്. ഒന്നും കൂടി ടേസ്റ്റൊക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കനൊക്കെ നമ്മളിങ്ങനെ മസാലയൊക്കെ ആക്കി വെച്ചിട്ട് അതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിൽ തന്നെ റൈസ് ഇട്ടിട്ടാണല്ലോ കപ്സ് ഉണ്ടാക്കുന്നത്. കപ്സൊക്കെ അത്ര പണിയൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. വേവുന്ന ഒരു ടൈമേ ഉള്ളൂ, അങ്ങനെ ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഇനി ഞാൻ ഒരു ഐറ്റം വേറൊരു ദിവസം അങ്ങനെ ഉണ്ടാക്കി വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. നിങ്ങൾ ഉണ്ടാക്കി എത്തവരാണെങ്കിൽ ഇനി ഇതൊക്കെ മേലെ നമ്മൾ കുറച്ചുകൂടി മല്ലിച്ചപ്പും പിന്നെ ഞാൻ കുറച്ച് നെയ്യൊക്കെ വീണ്ടും ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിലില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു 2 പച്ചമുളകൊക്കെ വെറുതെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. വെറുതെ വെച്ച് കൊടുക്കുകയാണ്. കാണാനൊരു സംഭവം ഒരു ഇതല്ലേ. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി മേലെ ഒന്നിങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഇത് നല്ല കുക്കർക്ക് നല്ല ചൂടും ചൂടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് തന്നെ പിന്നെ അതിൻ്റെ കുക്കറിൻ്റെ അടപ്പ് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം ഈ സംഭവം ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അപ്പം അതൊന്ന് സെറ്റായി വരും. നമ്മുടെ ആ ചോറ് ഒന്നും കൂടി വേവും ചെയ്യും. പിന്നെ ചിക്കനൊക്കെ അതിൽ കടന്നിട്ട് ഒന്ന് അടിപൊളിയായി വരും കേട്ടോ. പിന്നെ ഞാനതൊരു അരമണിക്കൂറൊക്കെ ഉണ്ട് തുറന്ന് നോക്കുകയാണ് കേട്ടോ. അതാട്ടോ സംഭവം അടിപൊളിയാണ് ഗൈസ്. ഇനി നമുക്കിതൊന്ന് ഇളക്കി മറിച്ചിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഗെയ്സ്, ഇതാണ് നമ്മുടെ കപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗെയ്സ്. നിങ്ങളിതുപോലെ തീർച്ചയായിട്ടും മസ്റ്റായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ കമൻറ്റിലൂടെ. അപ്പം എനിക്കിത് ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇത് റെഡിയാകുമോ എന്തോ കൊളാകുമോ എന്നൊക്കെ തോന്നിയിരുന്നു കേട്ടോ. പക്ഷേ സംഭവം സക്സസ് ആയിട്ടോ. ഇനിയിപ്പോൾ ഇടക്കും തലക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാമല്ലോ. ഇതിലോട്ട് ഞാൻ കുറച്ച് മയോണൈസ് കുട്ടികൾക്ക് പിന്നെ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് ഉണ്ടാക്കി. പിന്നെ അതുപോലെ കുറച്ച് പുളിയഞ്ചിയൊക്കെ വീട്ടിൽ ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. പുളിയഞ്ചിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്ക് കേട്ടോ. അതുപോലെ മയോണൈസ് ഞാൻ നല്ല പാല് വെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. മുട്ടയ്ക്ക് വെക്കുമ്പോൾ മുട്ട വെച്ചിട്ട് ഉണ്ടാക്കും. അപ്പോൾ മുട്ട ഒന്നും യൂസ് ചെയ്യാതെ എണ്ണ കുറച്ചിട്ടുള്ള ഒരു മയോണൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇടണ്ടേ. അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ വന്നിട്ട് അവർക്കൊക്കെ കൊടുത്തുട്ടോ. അവർക്കൊരു പ്രത്യേക ടേസ്റ്റ് കൂടിയിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.